കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 19-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വേദവാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെ കടുകുമണിയോടും പുളിച്ച മാവിനോടും ഉപമിച്ചുകൊണ്ട് തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന വേദഭാഗം. ചെറിയ ഒരു അംശത്തിൽ നിന്ന് ഒരു വലിയ മാറ്റമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ വലിയ നോമ്പ് കാലഘട്ടത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ ദൈവരാജ്യത്തിൻ്റെ അനുഭവമാക്കുവാൻ ഈ ഭൂമിയിലെ നിന്ദ്യപൂഴിയായ നമ്മളെ ദൈവിക രഹസ്യങ്ങളുടെ അനുഭവങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ചമച്ചിരിക്കുന്ന നമ്മുടെ ജീവിത കാലഘട്ടത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ നടന്ന് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം അത് അനുഭവിക്കുവാനും അത് എല്ലാവർക്കും പകരുവാനും നമ്മുടെ ജീവിതം കൊണ്ട് കഴിയണം എന്നും പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നോമ്പ് കാലഘട്ടത്ത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചെറിയ ജീവിത ചക്രത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം ചെറുതാകുന്നുവോ അത്രത്തോളം ദൈവരാജ്യത്തിൽ വലിയവരായി തീരും എന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ചെറുതാവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയവരായി കാണണം എന്നുകൂടി പ്രത്യേകമായിട്ട് ഈ വേദഭാഗത്തിൻ്റെ പൊരുൾ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വലുതായി വലിയവരായി ഈ ലോകരാജ്യത്തിൽ നമ്മുടെ ആത്മീകവും ഭൗതികവുമായ ജീവിത സാഹചര്യങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചെറിയ ക്രിസ്തു ഭക്തനായി ജീവിക്കുവാൻ, എന്നാൽ ദൈവരാജ്യത്തിൽ വലിയവനായി തീരുവാനുള്ള ഒരു മാർഗമാണ് അതെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ വലിമയെല്ലാം ചെറുമയായി തീരും. അപ്രകാരം ഈ ലോകപ്രകാരം ഒരു വലിയ താരപരിവേഷങ്ങളൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ വലിയവരായി തീരുവാൻ നമ്മുടെ നോമ്പുകാലം പ്രത്യേകമായി ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു ചെറിയ കടുകുമണി വളർന്നു വലുതായി അതിൽ പക്ഷികൾ വന്നു വസിച്ചു, അതിൻ്റെ കൊമ്പുകൾ വളരെ വിശാലമായി തീർന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ചെറിയ ജീവിതം അനേകം പേർക്ക് തണലാകുവാനും വിശ്രമിക്കുവാനും എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും നമ്മുടെ ഈ ചെറിയ ജീവിതം ഉപകരിക്കണം എന്ന ഈ വേദഭാഗം നമ്മോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. രണ്ടാമതായിട്ട് ഒരുത്തൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും. ഈ വലിയ വിശാലമായ ലോകത്തിൽ രക്ഷിക്കപ്പെടുവാൻ സാധ്യമാകുന്നത് കർത്താവിൻ്റെ ജീവിതത്തെ അനുകരിച്ച് കർത്താവ് നൽകിയിട്ടുള്ള മാതൃകകളെ പിൻപറ്റി ദൈവിക കൽപ്പനകളിലും ക്രിസ്ത്യാനിക്കുചിതമായ ജീവിത രീതിക്കനുസരിച്ചും നമ്മൾ ജീവിക്കുമ്പോഴാണ്. അത് കുറച്ച് ഇടുങ്ങിയതാണ്. സ്ലീബ നമസ്കാരത്തിൻ്റെ പ്രഭാത നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, രാജ്യത്തിൻ്റെ വാതിൽ ചെറുതാണ്, ഇടുങ്ങിയതാണ്, അതിൽ അലസത പാടില്ല നമ്മൾ അതിലൂടെ കടക്കുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അലസതയില്ലാത്തതും ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ ജീവിതത്തെ ക്രമീകരിക്കുന്നവരുമായി തീരണം. ഈ വിശാലമായ ലോകത്തിൽ ലോകത്തിൻ്റെ സംബന്ധികളായി ജീവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, ദൈവസംബന്ധിയായി ദൈവാനുരൂപിയായി വളരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ പ്രവേശിച്ച് സ്വർഗീയ രാജ്യത്തിൻ്റെ വിശാലമായ അനുഭവത്തിലേക്ക്, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും.
അപ്രകാരം നമ്മുടെ ജീവിതത്തെ സ്വർഗീയ അനുഭവമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. ഏലിയ നബി തേരേറി സ്വർഗം പ്രാപിച്ചു, സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയി. മോശ നോമ്പ് നോറ്റു, സൂര്യനെ പോലെ വിളങ്ങി. നമ്മൾ നോമ്പ് നോക്കുന്നതും സൂര്യനെ പോലെ ദൈവകൃപയാൽ ഈ ലോകത്തിൽ വിളങ്ങുവാനും വരുവാനിരിക്കുന്ന രാജ്യത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുവാനും ഏലിയാവിനെ പോലെ സ്വർഗീയമായ രഥത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കഷ്ടതകളും ക്ലേശതകളും ഞെരുക്കങ്ങളും ഇല്ലാത്ത, കള്ളൻ അപഹരിക്കാത്ത, പുഴുവരിക്കാത്ത സ്വർഗീയ ഇമ്പങ്ങളിൽ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ജീവിക്കുവാൻ നമ്മുടെ ആത്മീക മനുഷ്യനെ പുതുക്കുന്ന അനുഭവമായി തീരട്ടെ ഈ നോമ്പുകാലം എന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ അപ്രകാരം നമുക്ക് ക്രമീകരിക്കാം. ദൈവരാജ്യത്തെ ഉപമിച്ച ആ കടുകുമണിയും ആ പുളിച്ച മാവും നമ്മുടെ ജീവിതത്തോട് ഉപമിക്കുമ്പോൾ നമ്മൾ കടുകുമണിയേക്കാൾ വളർന്നു വലുതായ വലിയ വൃക്ഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ അനേകം പേർക്ക് ആശ്വാസം നൽകുവാൻ സാധ്യമാകണം. പുളിച്ച മാവ് അല്പമുള്ള എങ്കിലും അത് വലിയ ഒരു വ്യാപ്തി പരത്തുവാൻ അതിന് സാധിക്കുന്നത് പോലെ നമ്മുടെ ചെറു ജീവിതം കൊണ്ട് അനേകം പേരെ ക്രിസ്തു സ്നേഹത്തിലും ക്രിസ്തു കേന്ദ്രീകൃതമാക്കുവാനും നമ്മുടെ നോമ്പും ഉപവാസവും മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.